കുട്ടികളെയും പിണറായി വിജയന്റെ വീട്ടിന് മുൻപിൽ അണിനിരത്തും. ഇങ്ങനെയുള്ള തെമ്മാടിത്തനം കാണിക്കുന്ന പിണറായിക്ക് സാർ ഒരു റിക്വസ്റ്റ് സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നുണ്ട്. പോട്ടെ, അങ്ങോട്ട് പോട്ടെ. CSI സഭയ്ക്കെതിരെ ഗവൺമെന്റ് കാണിക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭമുണ്ട്. ഞങ്ങൾ ഇന്ന് ഒരു പ്രാർത്ഥനാ സംഗമമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ അനാവശ്യമായി പോലീസ് ചേർത്തിരിക്കുകയാണ്. ഞായറാഴ്ച എങ്ങനെ പരിപാടി വെക്കാറില്ലല്ലോ, ഞങ്ങൾ മുമ്പ് സംഗമം വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച തന്നെയാണ് വെച്ചിട്ടുള്ളത്. സർക്കാർ നിഷേധാത്മകമായ നിലപാടാണോ സ്വീകരിച്ചിട്ടുള്ളത്? സർക്കാർ ED കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു പ്രാർത്ഥനാ സംഘം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. റാലിക്ക് വേണ്ടിയിട്ട് അനുമതി ചോദിച്ചിട്ടുണ്ട്. റാലിക്ക് അനുവാദം തരാത്തത് ന്യൂനപക്ഷ കമ്മീഷനാണെന്ന്. പ്രാർത്ഥനാ സംഗമത്തിനാണ് അച്ഛന്മാരാണ് ഈ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതോട് വിടുന്നില്ല. ഇല്ല, സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമാണ്. റാലി പോയി ഉത്തരീഖണ്ഡം ബുക്ക് ചെയ്തിട്ട് 3 ആഴ്ചയായി. അവിടെ പ്രാർത്ഥനാ സംഗമമാണ്. അതിനാണ് ഈ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. പോലീസിന്റെ നിലപാടെന്താണ് പറയുന്നത്? അവർ വിടില്ലെന്നാ പറയുന്നത്. കാരണം പറയുന്നില്ല. അവർ സർക്കാരിൽ നിന്നുള്ള മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്ന് കരുതിക്കൂടെ? ഇത് കാരക്കോണം വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ED കേസിലുള്ള ബെനറ്റ്, പ്രവീണ്, ധർമ്മരാജ് റസാൽ അവരുടെ ഇൻവോൾവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവത്തിലുള്ളതാണ്. നമ്മുടെ ബിഷപ്പിനെ പുറത്താക്കിയിട്ട് 1.5 മാസമായി. LMS പൂട്ടിയിട്ട് 1.5 മാസമായി. ഒരു കാരണവശാലും നമ്മുടെ സംവിധാനം ചെയ്താലേ പറ്റുള്ളൂ. ഇത് കാര്യം എന്ന് പറയുന്നത് എന്തറിയാം, ഇതൊരു ജനകീയമായിട്ടൊരു സംവിധാനമല്ല. ഇതൊരു ഒരു വിശ്വാസ സമൂഹത്തിനെ മുഴുവനും അധപ്പതിച്ചുകൊണ്ട് ലോകത്തിൽ ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഒരു ഗുണ്ട വന്ന് ഒരു സംവിധാനം ചെയ്തിട്ട് നമ്മുടെ ഒരു വിശ്വാസ സമൂഹത്തിന്റെ മുഴുവനും തുറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എവിടെയാണ് അങ്ങനെ നീതി? രേഖപ്പെടുത്തും. അതിനുള്ള സാഹചര്യം ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കണം. രാത്രിയായാലും ഇന്ന് വിളക്ക ഇന്ന് ഇവിടെ കിടന്നാലും ഈ ഭരണകൂടത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കൂല. ഈ ഒരു സമുദായത്തിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെതിരെ, ഞങ്ങളുടെ സമുദായത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഇന്നിവിടെ ഞങ്ങൾ ഈ നീതി കിട്ടുന്നതുവരെ ഞങ്ങളുടെ സമുദായവും ജനവും ഇന്നിവിടെ ഇരിക്കും. ബെന്നറ്റ് ഇബ്രാഹിമിനെയും TT പ്രവീണിനെയും സംരക്ഷിക്കാനുള്ള നടപടിയെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ സമാധാനപരമായിട്ട് ഒരു റാലിയും പ്രാർത്ഥന സംഗമമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ഗവൺമെന്റ് ആരെ ഭയക്കുന്നു? 23-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് TT പ്രവീണും ഗുണ്ടകളുമായിട്ട് വന്ന് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയെ പുറത്താക്കി. അതിനുശേഷം ഞങ്ങളുടെ വോയിസ് മനോജ് വിക്ടർ തിരുമേനിയ കയറി ലൈറ്റ് അണച്ച് അടിച്ച് ഇടിച്ച് ഉപദ്രവിച്ച്, എന്നിട്ട് ഈ പോലീസ്, പിണറായിയുടെ പോലീസ് ഞങ്ങളുടെ തിരുമേനിയെ കാറിൽ കയറ്റി വിടുന്നു. ഇതറിഞ്ഞ് സഭാജനങ്ങൾ അവിടെ എത്തി ഞങ്ങൾ തിരുമേനിക്ക് സംരക്ഷണം ഒരുക്കി. എന്നിട്ട് ഈ പോലീസ് ഗുണ്ടകളെ, ഞങ്ങളെ ഉപദ്രവിച്ച, തിരുമേനിയെ ഉപദ്രവിച്ച ഗുണ്ടകൾക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇതുവരെ ഒരു കേസെടുത്തിട്ടില്ല. ഇതിന്റെ പിറകിലെന്ന് പറയണത് പിണറായി വിജയന്റെ മകൾക്ക് എക്സാലോജിക് കമ്പനിയുമായിട്ട് 3 കോടി രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാസപ്പടി. കൊടുത്തിരിക്കുന്നത് പ്രവീൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ പിണറായി ആരെയാണ് സംരക്ഷിക്കുന്നത്? ഞങ്ങൾ സമാധാന പ്രിയരാണ്. വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ഒരു സ്ഥാപനം ഇങ്ങനെ പൂട്ടിയിടുമോ? ഇന്ന് 45 ദിവസമായി 300 അനാഥ കുട്ടികൾ ആഹാരമില്ലാതെ വലയുന്നു. മരുന്നില്ല, ദൈനംദിനം കാര്യങ്ങൾ നടക്കുന്നില്ല. ഇതിന് മറവിൽ എന്താണ്? ഇവരോട് കാണിക്കുന്ന ക്രൂരതയല്ലേ? ഞങ്ങൾ ഈ 300 കുട്ടികളെയും പിണറായി വിജയന്റെ വീട്ടിന് മുൻപിൽ അണിനിരത്തും. പിച്ചച്ചട്ടിയുമായിട്ട് ഞങ്ങൾ വരും.
അതിനുള്ള അവസരം പിണറായി ഉണ്ടാക്കരുത്. എത്രയും വേഗം കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുക. ദക്ഷിണ കേരള മഹായിടവക എന്ന് പറയുന്നത് ഈ തെക്കൻ കേരളത്തിലെ വലിയൊരു ശക്തിയാണ്. അതുകൊണ്ട് ചുരുക്കം ചില ആളുകളുടെ സമ്മർദ്ദത്തിന് വിധേയമായി ഈ വലിയ സമൂഹത്തെ, വലിയ ഒരു ജനസമൂഹത്തെ പീഡിപ്പിച്ചാൽ അതിന്റെ ഫലം ഈ സർക്കാർ അനുഭവിക്കും, മനസ്സിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പെർസെന്റേജ് ആൾക്കാർ മാത്രം ഭരിക്കുന്ന ഒരു സംവിധാനത്തിൽ എത്രയോ ആൾക്കാർ നിരാശരായി പള്ളിയിൽ പോകുന്നുണ്ട്. ഒരു സമയം ക്ഷേത്രത്തിലായാലും പള്ളിയിൽ മോസ്കിലായാലും ശരി വൃത്തിയായിട്ടുള്ള ഭരണം വരണം. അങ്ങനെ വരാനുള്ള സംവിധാനം ഗവൺമെന്റ് ചെയ്തു കൊടുക്കണ്ടേ? ഇപ്പൊ നമ്മളിവിടെ സമാധാനപരമായ ഒരു റാലിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആരെ ഉപദ്രവിക്കാനോ വേറെ തേജോവധം ചെയ്യാനോ അല്ല. അപ്പോൾ ഈ റാലി നടത്താനുള്ള അനുവാദം തരണം. ഞങ്ങളുടെ പിള്ളേർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം. അവരെവിടെയെല്ലാം പോകണമെന്നറിയാം. അവരെവിടെയെല്ലാം പോയാൽ പഠിക്കാം. ഈ ഒരു സംവിധാനത്തിന് ഇങ്ങനെയുള്ള സംവിധാനം വരുന്നത് വളരെ മോശം. അന്തസ്സായിട്ടുള്ള തിരുവനന്തപുരത്ത്, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം LMS പള്ളി, അതിന്റെ തൊട്ടടുത്തിരിക്കും കത്തോലിക്ക, ഈ 3 പള്ളികളായിരുന്നു അനന്തപുരിയുടെ ഏറ്റവും വലിയൊരു വിശ്വാസ്യത. ആ വിശ്വാസ്യത എല്ലാം തകർത്തുകൊണ്ട് ഒരു കൊച്ചു ഗുണ്ട വന്ന് ഒരു ദിവസം ഒരു ബിഷപ്പിനെ പുറത്തിറക്കി. എന്ത് ന്യായം ഉണ്ടെന്ന് പറയണം. അവൻ നമ്മുടെ CSI സഭാ വിഭാഗക്കാരനല്ല, ആ കത്തോലിക്കക്കാരനാണ്. അവൻ എന്താ പഴയ ബിഷപ്പ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടുപിടിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പൊ അവരെല്ലാം ഈ കട്ടുപിടിച്ചോണ്ടിരിക്കുന്ന ജനം നോക്കിയിരിക്കുമോ? ഒരു വിമോചന സമരമാണിത്. ഇത് വിമോചന സമരമാണ്. തന്നേ പറ്റൂ. CSI ആസ്ഥാനം 2 മാസം കൊണ്ട് അടച്ചിട്ടിരിക്കുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് തുറക്കണം. അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരത്തിന് വന്നത്. ഞങ്ങൾ ആരും ഉപദ്രവിക്കാറില്ല. ഞങ്ങൾ സമാധാനപരമായ റാലി നടത്താൻ വന്നതാണ്. ഒരു പ്രാർത്ഥനാ റാലി നടത്താൻ അതിന് അനുവാദമില്ലെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ മതേതര കേരളം എന്തോ മതേതര കേരളം സ്വാതന്ത്ര്യമുള്ള സ്വാതന്ത്ര്യം എവിടെയാണ് സ്വാതന്ത്ര്യം? ന്യായവും നടത്താനിവിടെ ചോദ്യം ആളില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കാനും സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനും ഇവിടെ ആരും ഉപദ്രവിക്കാൻ വന്നതല്ല. ആരെയും ഉപദ്രവിക്കാനോ നിയമത്തെ വെല്ലുവിളിക്കാനോ വന്നവരല്ല. ഈ ഒരു സമാധാന റാലി നടക്കുമ്പോൾ ഈ പോലീസിന്റെ വേഷം കെട്ട് വേണു. ഈ റോഡ് ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ റോഡ് കുണ്ടും കുഴിയും യാത്ര ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ഒരു റോഡിൽ ഇത് ചെയ്യാത്തത്. ഇവിടെ ജനങ്ങളെ ഏത് രീതിയിലാണ് ഈ നിയമം കാണുന്നത്? ഈ നിയമം എന്തിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ കൊട്ടേഷൻ, ഈ വേലകൾ കാണിക്കുന്നത്? കാക്കിക്ക് നിയമമുണ്ടോ? അത് ആളുകളെ കൊല്ലാനാണോ? ആളുകളെ വെട്ടി നുറുക്കാനാണ് ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. സമാധാനപരമായിട്ട് സമരം നടത്താനല്ലേ വന്നത്? സമാധാനം ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ഒരു അസമാധാനം സൃഷ്ടിക്കാനല്ല ഈ വന്നവര്. സമാധാനപരമായ രീതിയിൽ, കാരണം അതിന് വികാരം സൃഷ്ടിക്കുമോ? ഈ പോലീസിനെ വെച്ച് ഈ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് സമാധാനപരമായി അവിടെ ചെന്ന റാലി തീരും. ഇത്രയേ ഉള്ളൂ. അതിന് ഈ ഒരു രീതി കാണിക്കേണ്ട കാര്യമുണ്ട്. ഇത് പാപമല്ലേ? ഒരു ജനങ്ങളെ സേവിക്കുന്ന ഒരു നിയമം ഇത് കാണിക്കാമോ? ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അത്ര വൃത്തികെട്ട രീതിയാണ് ഈ കാണിക്കുന്നത്. ഇത് ശരിയല്ല. ഞാൻ ഒരു LDF-കാരനാണ്. പക്ഷേ ഇങ്ങനെയുള്ള തെമ്മാടിത്തനം കാണിക്കുന്ന പിണറായിക്ക് ഇനി വോട്ട് ചെയ്യണ പരിപാടിയില്ല. ഒരൊറ്റ ക്രിസ്ത്യാനികളും പിണറായിക്ക് വോട്ട് ചെയ്യരുത്. പരമനേറിയാണ് ഈ തെമ്മാടിത്തനം കാണിക്കുന്നത്. ഇന്ന് ഞാൻ LDF-കാരനാണ്. മറ്റ് ഒരു മതസ്ഥാപനങ്ങളിലും കൂട്ടിടാൻ ഇവിടെയുള്ള ഭരണകൂടത്തിന് കഴിയില്ല. ഞങ്ങൾ വളരെയധികം പ്രതിസന്ധികളിലൂടെ വളരെയധികം യാതനകൾ സഹിച്ചു വന്ന ഒരു ജനവിഭാഗമാണ് SIUC പ്രസ്ഥാനം. മിഷണറിമാർ വളരെ ത്യാഗത്തോടെ സംരക്ഷിച്ചു പോകുന്ന ഈ പ്രസ്ഥാനത്തെ എന്തിന്റെ വെളിച്ചത്തിലായിരുന്നാലും ജില്ലാ ഭരണകൂടം അടച്ചിട്ടതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധ റാലിയാണ്, സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധ റാലിയാണ് ഞങ്ങൾ സംഘടിച്ചു വരുന്നത്. അതില് യാതൊരു വിധത്തിലുള്ള പ്രകോപനത്തിനും ഇടയില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടാവില്ല. നിങ്ങൾ ഞങ്ങളെ പോകാൻ അനുവദിച്ചാൽ സമ്മേളന നഗരിയായ കിഴക്കേക്കോട്ട പുത്തരിക്കണ്ടം മൈതാനത്തിൽ വെച്ച് ഞങ്ങൾ ഒരു സമാധാന പ്രാർത്ഥന നടത്തി കടന്നുപോകും. ഇത് ഡോക്ടർ ബെനറ്റ് അബ്രഹാം, അതുപോലെ ധർമ്മരാജ റസാലം എന്ന റിട്ടയർഡ് ബിഷപ്പ്, അതുപോലെ തന്നെ TT പ്രവീൺ എന്ന സുപ്രസിദ്ധ ഗുണ്ട, ഇവർക്ക് വേണ്ടി എന്തിനാണ് ED അന്വേഷിക്കുന്ന പ്രതികൾക്ക് വേണ്ടി എന്തിനാണ് ഈ സർക്കാർ നിലകൊള്ളുന്നു എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ദൈവത്തിന്റെ കരുണയും കൃപയും ഉണ്ടാകുവാൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ വൈദികരും ആത്മാരായ നേതാക്കന്മാരും അമ്മമാരും സഹോദരിമാരും കുട്ടികളും ഒരുമിച്ച് നടത്തുന്ന ഈ പ്രത്യേക റാലിയിലും
തുടർന്നുള്ള സമ്മേളനത്തിലും ദൈവത്തിന്റെ കരുണയ്ക്കായി ഞങ്ങൾ യാചിക്കുകയാണ്.